റഷ്യ ക്യാൻസറിന് മരുന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത് ഏകദേശം എല്ലാ സോഴ്സുകളും കൺഫേം ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ആകെ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് റഷ്യയുടെ ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ പുറത്തുവിട്ട വാർത്തകൾ മാത്രമാണ്. എങ്കിലും ക്യാൻസറിന് മരുന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് മനുഷ്യരാശി കണ്ടെത്തിയ ഏറ്റവും വലിയ മെഡിക്കൽ രംഗത്തുള്ള കുതിച്ചുചാട്ടം തന്നെയാണെന്ന് പറയാൻ കഴിയും. വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമെങ്കിലും നമ്മൾ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ ക്യാൻസർ വാക്സിനെ കണ്ടെത്തുന്ന മെത്തേഡും അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു mRNA മെത്തേഡും അതിലേക്ക് ചുവടുവയ്ക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ച് റിപ്പോർട്ടുകളും വെബ് പേജുകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചും അവർ അതിനുവേണ്ടി കണ്ടെത്താൻ ശ്രമിക്കുന്ന വാക്സിന് പിന്നിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർക്കുക, ഇത് എക്സാക്ട്ലി റഷ്യ എങ്ങനെയാണ് ആ mRNA വാക്സിൻ കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ലോകത്തുള്ള പല കമ്പനികളും പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സെയിം മെത്തേഡിൽ ക്യാൻസറിനെതിരെ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ നമുക്കെല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ ഈ വീഡിയോ ചുമ്മാ അതങ്ങ് പറഞ്ഞു പോവുകയല്ല, പകരം നമ്മൾ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെക്ഷൻ വൈസ് സെക്ഷനായിട്ട് തിരിച്ചായിരിക്കും ഞാൻ സംസാരിക്കുക. ഇത് ഒരു വലിയ രീതിയിലുള്ള ദീർഘമായൊരു പോഡ്കാസ്റ്റ് എന്നതിനേക്കാൾ ഇൻഫർമേഷൻ പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓരോ സെക്ഷനുകളും തിരിച്ച് അത് നിങ്ങൾക്ക് ഈ താഴെയുള്ള ടൈം കോഡിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നത് എന്നും നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ക്യാൻസർ രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ വലിയൊരു സിറ്റി ആയിട്ടാണ്. ആ സിറ്റിക്കകത്ത് വളരെ ട്രില്യൺ കണക്കിന് ചെറിയ ചെറിയ വർക്കറുകൾ നിറഞ്ഞു നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വിചാരിക്കുക. ആ വർക്കേഴ്സിൻ്റെ പേരാണ് കോശങ്ങൾ അഥവാ സെല്ലുകൾ. ഈ ഓരോ കോശങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജോബുണ്ട്. കുറേ കോശങ്ങൾ കൂടി ചേർന്നുകൊണ്ട് അവയവങ്ങളായി മാറിയിട്ട് ജോബുകളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലത് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു, മറ്റ് ചിലത് ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ സഹായിക്കുന്നു. കുറേ കോശങ്ങൾ ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചലിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യൽ, അങ്ങനെ പല ജോലികളും ഈ വരുന്ന കോടിക്കണക്കിന് കോശങ്ങളും അല്ലെങ്കിൽ സെല്ലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കോശങ്ങളുടെ ഈ കൂട്ടമായി ചേർന്നുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ ഇവയെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നത്. ഇവയെല്ലാം ട്രെയിൻഡ് ടീമാണ്. അപ്പോൾ ഈ ട്രെയിൻഡ് ടീംസിനെല്ലാം കൃത്യമായ റൂളുകളുണ്ട്. ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഈ റൂളുകൾ കൊടുക്കുന്നതാണ് DNA അഥവാ നമ്മുടെ ജനിതക ഘടകം. DNA എന്ന് പറയുന്നത് ഒരു സെറ്റ് നിർദ്ദേശങ്ങളാണ് നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന. ഈ നിർദ്ദേശങ്ങളടങ്ങിയ തന്മാത്രകളാണ് കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സിഗ്നലുകൾ കൊടുക്കുന്നത്. ഈ സിഗ്നലുകളുടെ ബേസിൽ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു, പ്രോട്ടീൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ സുഗമമായി പോകുന്നു. എന്നാലും ചില സമയങ്ങളിൽ ഈ റൂൾസിനെതിരെ പ്രവർത്തിക്കുന്ന ചില സംഭവങ്ങൾ ഉടലെടുക്കാം. ചില അപൂർവം കോശങ്ങൾ ഈ റൂളുകളെല്ലാം തന്നെ മറികടക്കാൻ ആരംഭിക്കും. അതിനുശേഷം വളരെ വേഗത്തിൽ ഇവ മൾട്ടിപ്ലൈ ചെയ്ത് പല എണ്ണമായി മാറുകയും ചിലത് മരിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും സ്പ്രെഡ് ആവുകയും ചെയ്യും. ഈ ഒരു സ്വഭാവ വൈകല്യമാണ് സത്യത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്നത് കേവലം ഒരൊറ്റ അസുഖം മാത്രമല്ല, സത്യത്തിൽ ഒരു കൂട്ടം അസുഖങ്ങൾ ചേർന്നതായിട്ടാണ് സാധാരണ ആളുകളിൽ ക്യാൻസർ രൂപപ്പെടുന്നത്. നിലവിൽ ഏകദേശം 100 വ്യത്യസ്ത തരത്തിലധികം ക്യാൻസറുകളെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ ബിഹേവ് ചെയ്യുന്നതിൽ ചില പ്രത്യേക തരത്തിലുള്ള ഡിഫറൻസുകളുണ്ട്, ചെറിയ ഡിഫറൻസുകളുണ്ട്. എന്നാലും അവയ്ക്കെല്ലാം തന്നെ ചില കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നോർമൽ സെല്ല് വളരുകയും അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയ സെല്ലുകളാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അൺകൺട്രോൾഡായിട്ട് ഡിവിഷൻ നടക്കുകയും അത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനും ആരംഭിക്കും. ഇങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചില തടിപ്പുകളായും പിന്നീട് അത് മുഴകൾ അല്ലെങ്കിൽ ട്യൂമറുകളായിട്ട് രൂപപ്പെടും. ചിലവ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പോവുകയും അപകടകരമായ രീതിയിൽ ആ ഭാഗത്തെല്ലാം ഇതേപോലെയുള്ള ക്യാൻസർ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ പോകുന്ന ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഏത് സെല്ലായാലും അത് നശിച്ചു പോകണം. എന്നാൽ സാധാരണ സെല്ലുകളെ പോലെയല്ല, ക്യാൻസർ സെല്ലുകൾ പലപ്പോഴും നശിക്കാതെ നിലനിൽക്കാനും തുടങ്ങും. ഇത്തരത്തിൽ ബൗണ്ടറികളില്ലാതെ കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് പുതിയ കോശങ്ങളാകുമ്പോൾ അവ ഇരിക്കുന്ന സ്ഥലത്ത് ഇനി ഫർദർ കോശങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് കോശങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പെറ്റുപെരുകി ക്യാൻസർ സെല്ലുകളായി മാറുന്നത്. പെറ്റുപെരുകലല്ല, സെൽ ഡിവിഷനാണ്. നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് DNA എന്ന് പറയുന്നത് വളരെ നീളമുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുകൾ അടങ്ങിയ തന്മാത്രകളാണ്.
ഇവയ്ക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ ഇവ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ കോശങ്ങളിലേക്ക് പോകുമ്പോൾ ഇവ 2 പാർട്ടായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കുമ്പോഴോ ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കോടിക്കണക്കിന് തരത്തിലുള്ള കോംപ്ലക്സ് ചെയിനാണ്. അവയൊക്കെ തന്നെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്ത് പ്രോട്ടീനുകളോ പുതിയ സെല്ലുകളോ ഒക്കെ ആയി മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. എക്സാക്റ്റ് കോപ്പി തന്നെ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനുമുള്ള ഇൻസ്ട്രക്ഷനുകളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകാം. ഈ തെറ്റുകളെ പ്രൂഫ് റീഡിങ്ങിലൂടെ തന്നെ ശരീരം തടയാറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇതും മറികടന്നുകൊണ്ട് ശരീരത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനം DNA ആരംഭിക്കും. ഇത്തരത്തിൽ DNA-ക്ക് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു അസ്വാഭാവികതയ്ക്ക് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ചിലപ്പോൾ ജനറ്റിക്കലി വരാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യപ്രകാശം ഒരുപാട് അടിക്കുമ്പോഴത്തേക്ക് DNA-കൾ ഡാമേജ് ആകാം. റേഡിയേഷൻ അല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആകാം. സിഗരറ്റ് വലിക്കുക പോലെയുള്ള ദുശീലങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിൽ DNA-യെ ആൾട്ടർ ചെയ്യാൻ സാധിക്കുന്ന എക്സ്റ്റേണൽ ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരമെല്ലാം തന്നെ ക്യാൻസറസ് ആവാൻ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഉള്ള സെല്ലുകളാൽ നിറഞ്ഞവ തന്നെയാണ്. എങ്കിലും ട്രിഗറിങ്ങോ ഏതെങ്കിലും ഈവൻറ്റോ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ക്യാൻസറായി മാറുന്നുള്ളൂ. നമ്മുടെ ബോഡി കണ്ടിന്യൂസ്ലി ആ ഒരു ഇമ്മ്യൂണിറ്റിയിലൂടെ ക്യാൻസറിനെ സപ്രസ് ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ക്യാൻസറിൻ്റെ ക്യൂർ നിലവിലുണ്ട്. അതായത് സർജറിയിലൂടെ ക്യാൻസർ വരുന്ന ഭാഗം മറ്റ് ഭാഗത്തേക്ക് പടരാത്ത രീതിയിൽ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു അബ്നോർമാലിറ്റി ഉണ്ടായ സെല്ലുകളുടെ കൂട്ടത്തെ റിമൂവ് ചെയ്യുകയും അത് ഫർദർ ശരീരത്തിൽ വരുന്നതിൽ നിന്ന് നിയന്ത്രിക്കാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് റേഡിയേഷൻ തെറാപ്പിയാണ്. അതായത് ശക്തമായിട്ടുള്ള റേസുകളുടെ സഹായത്തോടു കൂടി ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള കോശങ്ങളെ തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ സെല്ലുകളെ തിരഞ്ഞെടുപ്പിച്ചിട്ട് കരിച്ചു കളഞ്ഞോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞോ ക്യാൻസർ പടരുന്നതിൽ നിന്ന് തടയുന്നു. പിന്നെ വേറൊന്ന് കീമോതെറാപ്പിയാണ്. ചില പ്രത്യേകതരം മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വിഘടിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ സെല്ലുകളെ ഇല്ലാതാക്കി കളയുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ തന്നെ നമുക്ക് സൈഡ് എഫക്റ്റുകൾ നന്നായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ സർജറി ചെയ്യുക എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരാറുണ്ടെങ്കിലും അത് പലപ്പോഴും കോംപ്ലക്സായി മാറാറുമുണ്ട്. റേഡിയേഷൻ തെറാപ്പിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള സെല്ലുകളിൽ തന്നെ റേഡിയേഷൻ അടിച്ചില്ലെങ്കിൽ മറ്റ് സെല്ലുകളുടെ DNA ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കീമോതെറാപ്പിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ആരോഗ്യകരമായിട്ടുള്ള കോശങ്ങളെ കൂടി ബാധിക്കും എന്ന് മാത്രമല്ല, മുടി പൊഴിച്ചിൽ, നോസിയ, ഫാറ്റിഗ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് വിളിച്ചു വരുത്തും. ഇതാണ് ക്യാൻസറിനെ കുറിച്ചുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഇൻട്രൊഡക്ടറി പാർട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കോർ സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, ഇനിയുള്ളത് വാക്സിനെ കുറിച്ചാണ്. പലപ്പോഴും വാക്സിനുകളെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ക്യാൻസർ വാക്സിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറമേ നിന്ന് വരുന്ന ആരുമല്ല അസുഖം ഉണ്ടാക്കുന്നത്. സ്വന്തം ശരീരത്തിൽ പ്രത്യേക രീതിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്, അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളാണ്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് വഴി നമ്മൾ കൊടുക്കുന്ന വാക്സിനോ അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ അല്ലെങ്കിൽ പേവിഷബാധയ്ക്കെതിരെ കൊടുക്കുന്ന വാക്സിനോ പോലെയല്ല. ഇത് പേഴ്സണലൈസ്ഡ് ക്യാൻസർ വാക്സിനുകളാണ്. അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ക്യാൻസറിനെ തടുക്കാൻ കഴിയുന്ന രീതിയിൽ അയാളുടെ ജനിതക ഘടകം മനസ്സിലാക്കിയിട്ട് കൃത്യമായ രീതിയിൽ നമ്മൾ എൻജിനീയർ ചെയ്തിട്ട് മാത്രമേ സാധാരണ രീതിയിൽ ക്യാൻസർ വാക്സിനുകൾ പ്രവർത്തിക്കാറുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ രേഖകളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ ടൈപ്പ് ക്യാൻസർ അല്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് അയാൾ സ്പെസിഫിക് ആയിട്ടുള്ള വാക്സിനുകൾ നമ്മൾ നിർമ്മിച്ചെടുക്കണം. എങ്ങനെയുള്ള വാക്സിനുകൾ നിർമ്മിച്ചെടുക്കണം? ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ കഴിയുന്ന വാക്സിനുകൾ നിർമ്മിച്ചെടുക്കണം. അങ്ങനെ നിർമ്മിക്കണമെങ്കിൽ ഈ പറയുന്ന സെല്ലുകൾക്ക് എവിടെയാണോ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ സിഗ്നലുകൾ എങ്ങനെയാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് അടുത്ത സെക്ഷൻ കടന്നു വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് mRNA ടെക്നോളജി. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. നിങ്ങൾ DNA എന്ന് കേട്ടിരുന്നു. DNAയുടെ എക്സാക്റ്റ് ഹാഫാണ് RNA എന്ന് പറയുന്നത്. എന്നാൽ mRNA എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് DNAയുടെ ഇൻസ്ട്രക്ഷൻ ക്യാരി ചെയ്യുകയും അതുപോലെ തന്നെ അത് ശരീരത്തിൻ്റെ സെല്ലുകളിലേക്ക് എത്തി പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവയാണ് mRNA. സാധാരണ DNA സെൽ ഡിവിഷൻ സംഭവിക്കുമ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റായി RNA ആയി മാറും. ഈ RNAകൾ പിന്നീട് കംപ്ലീറ്റായി DNA ആയി ഇൻഡിവിജ്വൽ സെല്ലുകൾക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ mRNA മെസ്സഞ്ചർ RNA ആണ്. DNAയിലുള്ള പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള സന്ദേശങ്ങളെ അത് ക്യാരി ചെയ്യുകയും ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുകയുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിൽ എന്താണോ സംഭവിക്കുന്നത് എന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ സിഗ്നലുകളെ തിരിച്ചറിഞ്ഞ് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശരീരത്തെ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണ് mRNA വാക്സിനുകൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുക. അപ്പോൾ mRNA വാക്സിനുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നല്ല കാര്യങ്ങളെ തിരിച്ചറിയാതെ എന്നാൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെതിരെ ശരീരത്തിൽ മുൻകൂട്ടി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെക്കുക എന്ന പ്രോസസ്സാണ്. ക്യാൻസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെർട്ടൈൻ പ്രോട്ടീനുകളെ നമ്മൾ പിക്ക് ചെയ്യുകയും അത് ക്യാൻസർ സെല്ലുകൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവയ്ക്കെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ ശരീരത്തെ സജ്ജമാക്കുകയും ചെയ്യും.
ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ജനറ്റിക് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള സെല്ലുകളെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന മെസ്സഞ്ചർ RNAകൾ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു. ഈ മെസ്സഞ്ചർ RNA ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ക്യാൻസർസ് ആകാൻ പൊട്ടൻഷ്യലായ ഒരു സിഗ്നൽ പോലെ ഇരിക്കും. എന്നാൽ അത് പൊട്ടൻഷ്യൽ അല്ല. നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വാക്സിനുകളുടെ രൂപത്തിൽ കടത്തിവിടുമ്പോൾ ശരീരം കാണുന്നത് അത് അപകടകാരിയായിട്ടുള്ള mRNA വരുന്നു. സംതിങ് കൈൻഡ് നമുക്കങ്ങനെ ലിറ്ററലി പറയാം, പക്ഷേ ശരീരം കാണുന്നത് ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ ഈ mRNA പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ശരീരത്തിൽ സജ്ജമാകും. ശരീരത്തിന് ആവശ്യത്തിന് സമയം കിട്ടും. എന്നിട്ട് ഈ ഒരു ടൈം എടുത്തുകൊണ്ട് ശരീരം എക്സാക്ട്ലി ഒറിജിനൽ ക്യാൻസർ വരികയാണെങ്കിൽ അതിനെ തടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ ആർമി തന്നെ, അല്ലെങ്കിൽ ആ പ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ കുറേ നാളത്തേക്ക് ഈ വാക്സിനുകളിലൂടെ പ്രതിരോധ ശേഷി ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇനി റഷ്യ പുതിയതായിട്ട് എങ്ങനെയാണ് ഈ mRNA വാക്സിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അവൈലബിൾ ആയിട്ടുള്ള ഈ വാക്സിൻ പ്രോജക്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത് ഈ ട്യൂമർ വളരാൻ സാധ്യതയുള്ള ആളുകളുടെ ബോഡിയിൽ നിന്നും ഏത് ഭാഗത്താണോ ട്യൂമർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ക്യാൻസർ സെല്ലിൻ്റെ ജനറ്റിക് മേക്കപ്പ് ഉള്ളത്, അതിൻ്റെ സാമ്പിൾ എടുക്കുന്നു. അപ്പം അവിടെ നമുക്ക് mRNA കിട്ടുക. mRNA നിന്ന് ശരീരം പ്രോട്ടീൻ ഉണ്ടാക്കി തുടങ്ങുന്നു. ഈ പ്രോട്ടീനുകളാണ് ക്യാൻസറിന് കാരണമാവുന്നത്. ഇതിനെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടി വളരെ വേഗം mRNA സ്ട്രാൻഡുകളെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് ക്യാൻസർ റിലേറ്റഡ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന mRNA ആണ് എന്നുള്ള തരത്തിൽ രൂപീകരിച്ച് വാക്സിനകത്താക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്യും. ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും, ഈ പ്രത്യേക ടൈപ്പ് പ്രോട്ടീനാണ് ക്യാൻസറിന് കാരണമാവുന്നത്, ഇത് അപകടകരമായിട്ടുള്ള രീതിയിൽ ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാകും. ഈ മനസ്സിലാകുന്നത് നോർമലി ഉണ്ടാകുന്ന ട്യൂമറിൽ നിന്നല്ല, അത് പതുക്കെ മാത്രമേ വരൂ, അതിനെ തിരിച്ചറിയാൻ ശരീരത്തിന് കഴിയില്ല. എന്നാൽ നമ്മൾ അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഫേക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിയുന്ന mRNA ഡെവലപ്പ് ചെയ്ത് ശരീരത്തിൽ വിട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ക്യാൻസർ ഉണ്ടാക്കില്ല. ആ ക്യാൻസർ ഉണ്ടാക്കുന്ന പാർട്ട് നിർജ്ജീവമായിരിക്കും. പക്ഷേ അത് ലുക്ക് ലൈക്ക്, അത് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ആവരണവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ശരീരം തിരിച്ചറിയുന്നത് ഈ പർട്ടിക്കുലർ പ്രോട്ടീനാണ് അപകടകാരി, അതിനെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ശരീരം അങ്ങനെ ചിന്തിക്കുകയൊന്നുമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രതിരോധ ശേഷി ഉണർന്നു വരുന്നു. അങ്ങനെ വാക്സിൻ്റെ സഹായത്തോടു കൂടി ശരീരം ഈ വാക്സിനിലൂടെ വന്ന മൊത്തം mRNA നശിപ്പിക്കും. അതോടുകൂടി വലിയൊരു ആർമി തന്നെ ശരീരത്തിൽ ഉണ്ടാവുകയും ഈ സൈലൻ്റായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്യൂമറസ് ആയിട്ടുള്ള സെല്ലുകളുണ്ടല്ലോ, അതിലുണ്ടാകുന്ന mRNA ക്വിക്ക്ലി തിരിച്ചറിഞ്ഞ് അവയെ ഡിഫെൻഡ് ചെയ്യാനും ആരംഭിക്കും. അങ്ങനെ ഏർലി സ്റ്റേജിൽ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ ശേഷി ഫേക്ക് mRNA ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്നതിലൂടെ ശരീരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒറിജിനൽ ക്യാൻസറിനെതിരെ പോരാടാനായിട്ട് ആരംഭിക്കും. ഇതാണ് സാധാരണ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഈ റിസർച്ച് റിപ്പോർട്ടുകളുടെയും വെബ്സൈറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ മെഡിക്കൽ രംഗത്ത് ക്യാൻസറിനെതിരെയുള്ള mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുക. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഉണ്ടാകുന്നത്. അതായത് നമുക്ക് വളരെ പെട്ടെന്നൊന്നും ഒരാളുടെ ക്യാൻസറസ് ആയിട്ടുള്ള ശരീരത്തിൽ നിന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള mRNAയും പ്രോട്ടീനും ഒക്കെ എടുത്തതിന് ശേഷം അതിനെ പഠിച്ച് അനലൈസ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പറയുന്ന ഫേക്ക് mRNAയും ഫേക്ക് പ്രോട്ടീനും ഉണ്ടാക്കിയിട്ട് അത് വാക്സിനിലാക്കി ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനുള്ള ടെക്നോളജി ഇല്ല. എന്നാൽ AI ശക്തമായി കടന്നു വന്നതോടുകൂടി കസ്റ്റമൈസ്ഡ് വാക്സിനുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി. അതായത് മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന സമയത്ത് AI-യുടെ സഹായത്തോടു കൂടി ട്യൂമറിൻ്റെ ജനറ്റിക് കോഡ് മനസ്സിലാക്കി mRNA ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെതിരെ വാക്സിൻ ഉണ്ടാക്കാനുള്ള ടൈം കുറഞ്ഞു കിട്ടി. അങ്ങനെ AI-കൾ കൃത്യമായ പാറ്റേണുകൾ മനസ്സിലാക്കും. ഇനി നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കൂടി വരുന്ന സമയത്ത് ഇതിനേക്കാൾ എളുപ്പത്തിൽ ഇതിൻ്റെ പോസിബിലിറ്റീസും മോളിക്കുലർ ഫോർമുലയും മനസ്സിലാക്കി ക്യാൻസറിനെതിരെ പോരാടാൻ പറ്റുന്ന വാക്സിനുകൾ പിന്നെയും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വാക്സിനുകൾ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ആരംഭിക്കുന്നത്. നമുക്ക് മെത്തേഡ് മനസ്സിലായി, ഇനി നമുക്കത് ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ലാബിൽ വളർത്തുന്ന അനിമൽസ്, അവയ്ക്ക് ട്യൂമറസ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്ത് ട്യൂമർ ഉണ്ടാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ജനറ്റിക്കൽ കോഡ് വേർതിരിച്ച് വാക്സിൻ ഉണ്ടാക്കി തിരിച്ച് ആ മൃഗത്തിൽ തന്നെ പരീക്ഷിക്കും. അങ്ങനെ നമ്മളൊരു 70-80% സക്സസ് റേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് മനുഷ്യരിൽ പരീക്ഷിക്കുക. അപ്പോൾ അനിമൽ മോഡൽസിൽ നിന്ന് ട്യൂമർ റിഡക്ഷൻ്റെ പെർസെൻറ്റേജ് നോക്കും. അതിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 75-80% റിഡക്ഷൻ ഉണ്ടാകണമെന്നാണ്. അങ്ങനെ റിഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇത് കൺട്രോൾഡ് കണ്ടീഷനിലാണ്, അങ്ങനെ റിഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഗ്രോത്ത് സ്ലോ ആയി എന്ന് മനസ്സിലാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനിൽ ഇത് പരീക്ഷണം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ക്ലിനിക്കൽ ട്രയലുകൾ കഴിഞ്ഞ് അതിൻ്റെ സേഫ്റ്റിയൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മനുഷ്യനിലേക്ക് കൊണ്ടുവരികയും അത് വൻതോതിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. നിലവിൽ റഷ്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറെക്കുറെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്.
അതിൽ ഫേസ് 1 ഉണ്ട്. ഫേസ് 1 എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ, അത് പേഷ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ട്യൂമർ വരാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും. അവരുടെ ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം വാക്സിൻ പ്രയോഗിച്ചിട്ട് അത് സേഫ് ആണോ എന്ന് മനസ്സിലാക്കും. ഫേസ് 2 കൂടുതൽ വലിയ ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ എഫക്റ്റീവ്നെസ്സിൻ്റെ പെർസെൻറ്റേജ് നോക്കും. ഫേസ് 3 വളരെ വലിയ ഗ്രൂപ്പ് പേഷ്യൻസിനെ എടുത്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സേഫ്റ്റിയും എഫക്റ്റീവ്നെസ്സും മനസ്സിലാക്കിയിട്ടാണ് ഇത് പുറത്തേക്ക് വിടുക. അപ്പോൾ ഇതിൽ അസുഖങ്ങളില്ലാത്തവരെ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അസുഖമുണ്ടാവാൻ സാധ്യതയുള്ള 18-നും 75-നും വയസ്സിനിടയിലുള്ള ആളുകളെയാണ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻ പ്രയോഗിച്ചുകൊണ്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ട്യൂമറുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പരീക്ഷണം, ഇതിന് പറ്റുന്നുണ്ടോ എന്നുള്ള പരീക്ഷണം റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിനുകൾ റഷ്യ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലുള്ള കമ്പനികളും ഉണ്ടാക്കാൻ വേണ്ടി അക്ഷീണം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് UK-യും BioNTech എന്ന് പറയുന്ന കമ്പനിയും ചേർന്നുകൊണ്ട് നടത്തുന്ന ചില പരീക്ഷണങ്ങൾ. UK എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം, പിന്നെ BioNTech എന്ന് പറയുന്നത് ജർമ്മൻ കമ്പനിയാണ്. അവർ രണ്ടും ചേർന്നുകൊണ്ട് ഈ പ്രത്യേകിച്ച് സ്കിൻ ക്യാൻസറിനെതിരെയുള്ള ഒരു വാക്സിൻ 2030 വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2030 ഇത് പുറത്തിറക്കുമെന്ന് പറയുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ മോഡേണ എന്ന് പറയുന്ന കമ്പനിയും മെർക്സ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്നുകൊണ്ട് ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ക്യാൻസർ ക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് വളരെ പെട്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റിയ ഒരു ഗവേഷണം നടന്നിരിക്കുന്നത് റഷ്യയിലാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.